നീന്തൽ അറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെയാണ് മുങ്ങി മരിച്ചത് എന്നതടക്കമുള്ള സംശയമാണ് കോടതി ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ താജുദ്ദീൻ, അദ്ദേഹം ഒരിക്കൽ കൂടി ടെലിഫോൺ ലൈനിൽ നിലവിൽ തുടരുന്നുണ്ട്. താജു, മറ്റു വിവരങ്ങൾ കൂടി. നിലവിലുള്ള അന്വേഷണം ശാശ്വതീകാനന്ദ സ്വാമിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമല്ല എന്നും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത 114 സാക്ഷികളുടെ മൊഴികൾ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാലക്കാട്ടെ ആന്റി കറപ്ഷൻ സംഘടന കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ പ്രാഥമിക വാദം കേൾക്കുകയാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ കടുത്ത സംശയം ഉന്നയിച്ചത്. നീന്തൽ അറിയാവുന്ന സ്വാമി ശാശ്വതീകാനന്ദ ആലുവ പുഴയിൽ മുങ്ങി മരിച്ചു എന്ന വാദം എങ്ങനെ വിശ്വസിക്കാനാവുമെന്ന് കോടതി ആരായുകയായിരുന്നു. 3 സാഹചര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തി വളരെയധിക സമയം നീന്തലിന് ശേഷം കുഴഞ്ഞ് മുങ്ങി മരിച്ച സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ തലയ്ക്ക് കടുത്ത ക്ഷതമേറ്റ നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തി മുങ്ങി മരിക്കാൻ സാഹചര്യം ഉണ്ടാവാം. 3ാമത്തെ സാഹചര്യം എന്നത് ഉള്ളിൽ വിഷാംശം ചെന്ന് നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മുങ്ങി മരണം സംഭവിക്കാം. ഈ 3 സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാരിനും പോലീസിനും കഴിഞ്ഞില്ല. സർക്കാരിനും പോലീസിനും വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ പി.എസ്. സനിക്ക് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല. മറിച്ച് അന്വേഷണം 6 എസ്.പിമാരുടെ നേതൃത്വത്തിൽ തുടരന്വേഷണവും പുനരന്വേഷണവും നടത്തി IG യുവരാജ് സിംഗ് ഇത് സംബന്ധിച്ച് മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തുടരന്വേഷണത്തിന്റെ സാഹചര്യമില്ല. ഇപ്പോൾ ഒരു വ്യക്തി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ സാഹചര്യത്തിൽ അന്വേഷണം നടത്താനുള്ള സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ തുടരന്വേഷണത്തെ കടുത്ത ഭാഷയിൽ എതിർക്കുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിൽ എന്താണ് കുഴപ്പം എന്നടക്കം കോടതി ആരാഞ്ഞു. 3 സാഹചര്യങ്ങളുണ്ട്. അന്തിമ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ സമർപ്പിച്ചിട്ടില്ല എന്നതടക്കം സംസ്ഥാന സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന വിശദീകരണ പത്രിക നൽകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന് സാവകാശം നൽകണമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് വിശദീകരണ പത്രിക നൽകാൻ 2 ആഴ്ച സാവകാശം നൽകി കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവെക്കുകയാണ് ഉണ്ടായതായിരുന്നു. താജുദ്ദീൻ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, അദ്ദേഹം കൂടി നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിദ്യാസാഗർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, സംശയമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ ആരും ചോദിക്കുന്ന ചോദ്യം, നീന്തൽ അറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെയാണ് മുങ്ങി മരിച്ചത് എന്ന്. ആ സംശയമാണ് കോടതി നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ വിദ്യാസാഗർ, ഞങ്ങൾക്കെല്ലാം ആ കാലം മുതൽ ഉത്തരം കിട്ടാതെ മനസ്സിൽ കിടക്കുന്ന ചോദ്യമാണ് കോടതി ഇന്ന് ആവർത്തിച്ച് പ്രോസിക്യൂട്ടർ അടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാലേ സ്വാമിയുടെ മരണവുമായിട്ടുള്ള ദുരൂഹത മറികടക്കാനായിട്ട് കഴിയുകയുള്ളൂ. പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഉത്തരം ഇന്നേ വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ദുഃഖകരമായ വസ്തുത. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അതില് സ്വാഭാവികമായും ഒരു ഉത്തരം കണ്ടെത്താൻ സഹായകമാകുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഇക്കാര്യത്തിൽ കോടതി 3 സംശയങ്ങളാണ് ഉന്നയിച്ചത്. കൃത്യമായ വിശദീകരണം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതുമില്ല എന്ന് ഉള്ളത് ഒന്ന്. അത് 2ാമത്തെ ചോദ്യം, അത് ഞാൻ പിന്നെ ചോദിക്കാം. തലക്കടിയേറ്റ് മരിച്ചതാകാം, ഇല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്ന് അദ്ദേഹം വെള്ളത്തിനടിയിൽ വെച്ച് കുഴഞ്ഞ് വീണ അപായം സംഭവിച്ചതാകാം എന്നുള്ളതാണ്. ഈ 3 പോയിന്റുകൾ അത് വളരെ സ്പഷ്ടമാണ്. ഇത് തന്നെയായിരുന്നു നേരത്തെ ബിജു രമേശും ഉന്നയിച്ചത്, അപായപ്പെടുത്തിയതാകാം എന്നുള്ളത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് ചില സൂചകങ്ങൾ നിലവിൽ കാണാൻ സാധിക്കുമോ ഇവിടെ? അത് സംബന്ധിച്ചുള്ള നമ്മളുടെയൊക്കെ ആശങ്ക 2 കാര്യങ്ങളിലുണ്ട്. ഒന്ന്, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സ്വാമി പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്വാമിക്ക് എന്തോ കുടിക്കാനായിട്ട് പാല് കൊടുത്തു, സ്വാമി അത് കുടിച്ചു എന്നുള്ള ഒരു വാർത്ത ആ കാലം മുതലുണ്ട്. പിന്നെ സ്വാമിയുടെ ദേഹത്ത്, ശരീരത്തിലെ നെറ്റിയില്, തലയുടെ ഭാഗത്ത് കണ്ട ഒരു മുറിവുണ്ട്. അതിന് മുറിവിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ 2ാമത് പറഞ്ഞ സംഗതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള രീതിയിൽ, അതായത് എന്തെങ്കിലും പാനീയത്തിൽ സ്വാമി കഴിച്ച പാലിൽ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്ത് സ്വാമി അവശനായി പോകുന്ന ഒരു നിലയിലേക്ക് എത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചതാണോ എന്ന സംഗതി സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ നിലവിൽ പോലീസ് കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ടിനകത്ത്
അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പായിച്ചതായിട്ട് ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു 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 സമഗ്രമായ അന്വേഷണത്തിന് കളമൊരുങ്ങിയാൽ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ഒക്കെ തൃപ്തികരമായ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞേക്കാം. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബിജു രമേശ് ആദ്യമായി പീപ്പിൾ ടിവിയിലൂടെ ഉന്നയിച്ച ഈ സംശയവും അതിനെ തുടർന്ന് നിരവധി ശ്രീനാരായണീയർ SNDP പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നിരവധി ശ്രീനാരായണീയർ ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഉന്നയിച്ച സംശയവും അത് ചൂണ്ടുന്നത് വെള്ളാപ്പള്ളി നടേശനിലേക്കും അദ്ദേഹത്തിന്റെ മകനിലേക്കുമാണ് എന്ന ആരോപണത്തെ സാധൂകരിക്കുന്നത്. അക്കാര്യം കൂടിയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ ജലസമാധി എന്ന് പറയുന്ന ഒരു വാദം പലരും പറയുന്നുണ്ട്. സ്വാമി ജലസമാധിയിലേക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ശാശ്വതാനന്ദ സ്വാമി ബോധപൂർവം ആത്മഹത്യ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് സ്വാമി ജീവിതം അവസാനിപ്പിച്ചതാണ്. അതിനെ കുറച്ചുകൂടി ഭംഗിയുള്ള വാചകത്തിൽ ജലസമാധിയാണ് എന്നൊക്കെ ചിലര് പറയുകയുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു സമാധി അന്ന് പലരും പറഞ്ഞത് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഈ ജലസമാധി എന്ന രൂപത്തിലുള്ള ഒരു ദേഹത്യാഗം, ആത്മാവിന്റെ ദേഹത്യാഗം, അതിനും ഈ ശാസ്ത്രം വിധിയിലുണ്ട്, അങ്ങനെയാകാം എന്ന മറ്റില് ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചത് അങ്ങനെ ഒരു ശാസ്ത്രം, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു രീതി ഒരു യോഗശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല അത്രേ. വസിഷ്ഠ മഹർഷിയുടെ യോഗശാസ്ത്രത്തിലോ പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിലോ ഇങ്ങനെ ജലസമാധി എന്ന ഒരവസ്ഥയിലൂടെയുള്ള ജീവത്യാഗത്തെ കുറിച്ച് തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് വിദ്യാസാഗർ, അത് വസ്തുതയാണ്. കാരണം വസ്തുനിഷ്ഠമായി യുക്തിവാദികളാണെങ്കിലും ഈശ്വര വിശ്വാസികളാണെങ്കിൽ പോലും നിലവിൽ ഈ ജലസമാധി എന്നതിനെ നിലവിൽ അംഗീകരിക്കുന്നില്ല. ഏറെപ്പേരും അതിനെ എതിർത്ത് പറയുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിലായി ഇക്കാര്യത്തിൽ ആർ ബാലകൃഷ്ണപിള്ള നേരത്തെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക കൂടി ചെയ്തിരുന്നു. അതായത് അദ്ദേഹത്തെ മരിക്കുന്നതിന് തലേ ദിവസം മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമൊത്ത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ ദുരൂഹത ഒന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ അന്ന് പറഞ്ഞിരുന്നത് അന്വേഷണം ഞാൻ സഭയിൽ ഉന്നയിച്ചിരുന്നതാണ് അന്ന് മന്ത്രിയായിരുന്ന സമയത്ത്. നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം നേരത്തെ പീപ്പിൾ ടിവിയോട് പറയുകയും ചെയ്തിരുന്നു. ഇതേ കാര്യം തന്നെയാണ് കോടതിയിൽ നിലവിൽ കോടതി ആരാഞ്ഞിരിക്കുന്നത്. കാരണം ഈ കാര്യങ്ങളെയൊന്നും സാധൂകരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായും ബിജു രമേശിന്റെ ആരോപണങ്ങൾ, അതിനെ തുടർന്ന് നിരവധി ശ്രീനാരായണീയർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒക്കെ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു, സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് വിശ്വസിക്കാൻ ആവാതിരിക്കുമോ നിലവിൽ? അല്ല, ഒരുപടി സാഹചര്യങ്ങള് ഈ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്ന അതിന് ഒരുപടി സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് ആ കാലത്തും ഇപ്പോഴും നിലവിലിരിക്കുന്നു. അത് സംബന്ധിച്ച് പുതിയതായിട്ട് പലയധികം ബിജു രമേശ് ഉൾപ്പെടെയുള്ള പല ആളുകളും പറഞ്ഞിരിക്കുന്ന ഒരുപടി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരു പുനരന്വേഷണത്തിന് അവസരം ഉണ്ടാവുകയാണെങ്കിൽ പരിശോധിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് അവസരമുണ്ടാകണം എന്നാണ് എൻ്റെയും ആഗ്രഹം. വളരെ നന്ദി അഡ്വക്കേറ്റ് വിദ്യാസാഗർ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ഞങ്ങളുടെ പ്രതിനിധി PP താജുദ്ദീൻ, നിയമകാര്യ ലേഖകൻ, അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താജുദ്ദീൻ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, നിലവിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയിൽ പ്രധാന വാദങ്ങൾ ഉന്നയിച്ചത്. 114 സാക്ഷികളുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധന, ശ്രീ ശാശ്വതാനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള ഫോറൻസിക് പരിശോധന റിപ്പോർട്ടുകൾ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിരുന്നില്ല എന്ന കടുത്ത ആരോപണമാണ് ഹർജി ഭാഗത്തു നിന്നുണ്ടായത്. ഈ രേഖകളൊന്നും കോടതി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ അന്വേഷണം അവസാനിപ്പിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാർ ഒരു പുനരന്വേഷണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയിട്ടുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ ആദ്യത്തെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ അന്വേഷണം, സ്വാമി ശാശ്വതാനന്ദയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് 114 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള രേഖകളും പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ടായിരുന്നു. ഇതൊന്നും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാതെ കേസന്വേഷണം. JR പത്മകുമാർ, BJP നേതാവ്, അദ്ദേഹം കൂടി നമുക്കിപ്പം നിലവിൽ ചേരുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, നീന്തലറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെയാണ് മുങ്ങി മരിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട ആർക്കും തോന്നുന്ന പ്രഥമ സംശയം അതുതന്നെയാണ് വളരെ ഗൗരവമായി കോടതി നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്.
അത് കോടതി ഉന്നയിച്ച മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ ഏജൻസികളെ അതെ 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 സംസ്ഥാന സർക്കാരാണ് അക്കാര്യത്തിൽ മറുപടി പറയേണ്ട സംസ്ഥാന സർക്കാരാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ എന്തുകൊണ്ട് പുനരന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത്, എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ മറ്റ് അന്വേഷണങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറയുന്നതിൽ പരാജയപ്പെട്ടു? ഇവിടെ ഞാൻ ചോദിക്കുന്നതല്ല, ബിജു രമേശും മറ്റു ശ്രീനാരായണീയരും ഉന്നയിച്ച ആരോപണങ്ങൾ ബലപ്പെടുന്നത് ഇവിടെയല്ലേ എന്നതാണ് എന്റെ ചോദ്യം. അതല്ല, അത് ഇപ്പൊ ഒരു പെറ്റീഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് മറുപടി കൊടുക്കേണ്ടത് നീന്തലറിയാവുന്ന എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയാണ് അത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇതിന് പുനരന്വേഷണത്തെ കുറിച്ചോ തുടരന്വേഷണത്തെ കുറിച്ചോ ആരും എതിർത്തിട്ടില്ലല്ലോ. നേരത്തെ ഈ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ പ്രത്യേകിച്ച് 4 ടീമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷിച്ചത്. വിൽസൺ ഡിപ്പോളാണ് ഇതിന്റെ അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ ചുമതല വഹിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും പെശക് വന്നിട്ടുണ്ട് എങ്കിൽ, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആരും എതിർക്കുന്നില്ല. എല്ലാവരും പറഞ്ഞത് അന്വേഷിച്ചോട്ടെ, ഇത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായം. അതിന് അതെ, അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പക്ഷെ ഇവിടെ കോടതി ഉന്നയിച്ച സംശയം, ഇക്കാര്യത്തിൽ 3 വാദഗതികൾ, അതിൽ 3 സംശയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് തലക്കടിയേറ്റ് മരിച്ചതാകാം, അല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്നിട്ട് അദ്ദേഹം ജലത്തിനുള്ളിൽ വെച്ച് മരണപ്പെട്ടതാകാം, അത്തരത്തിൽ അപായപ്പെടുത്തിയതാകാം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നതാണ് ഈ സാധ്യതകൾ ഒക്കെ. ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനെ തുടർന്ന് നിരവധി പേർ മഠവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അടക്കം വളരെ ഗൗരവമായി ഉന്നയിച്ച സംശയങ്ങൾ അതൊരിക്കൽ കൂടി മറനീക്കി വരുന്നു, അല്ലെങ്കിൽ ആരിലേക്കാണോ ഇത് ആരോപിക്കപ്പെട്ടത് അവർ വീണ്ടും ഗൺപോയിന്റിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ശ്രീ പത്മകുമാർ, അങ്ങനെയല്ല, നമ്മുടെ ഒരു പ്രതിസ്ഥാനത്ത് ഒരാളെ നിർത്തിയോ അല്ലെങ്കിൽ നമ്മുടെ സംശയം വെച്ചുകൊണ്ടല്ലോ അഭിപ്രായപ്പെടേണ്ടത്. ഇതിനെ സംബന്ധിച്ച് 2002 മുതൽ ഇതുവരെയുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഫോറൻസിക്കിന്റെ ഫോറൻസിക് റിപ്പോർട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് അത് അന്വേഷണം കോടതി പ്രഖ്യാപിക്കട്ടെ, അല്ലെങ്കിൽ ഇതുവരെ നടന്ന അന്വേഷണം തെറ്റാണെന്ന് അന്വേഷിച്ച ഏജൻസികൾ പറയട്ടെ, ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല, ആ കാര്യങ്ങൾ കോടതിക്കും പറയാല്ല, അന്വേഷിക്കാത്ത കാര്യം അന്വേഷിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാമല്ലോ. പിന്നെ നീന്തൽ അറിയാവുന്ന എത്രയോ ആളുകൾ മുങ്ങി മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോടതി സംശയം ഉണ്ടെങ്കിൽ അതില് ഈ സംശയം ദൂരീകരിക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചുമതലയാണ്, പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. അവരാ കർത്തവ്യം നിർവഹിക്കുക. ആരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുകയല്ലല്ലോ വേണ്ടത്. അന്വേഷണം നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്, കേരളത്തിൽ കണ്ടുവരുന്നത് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് അതിലേക്ക് അന്വേഷണം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അത് മാറിയിട്ട് അന്വേഷണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റും പ്രോസിക്യൂഷനും അത് ആ ചുമതലയുണ്ട്. ഏറ്റവും സത്യസന്ധമായി നീതി നിർവഹിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഒരു കാര്യം കൂടി ശ്രീ JR പത്മകുമാർ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ബിജു രമേശ് ഉന്നയിച്ചത് എന്നൊരു വിഭാഗം വളരെ പ്രബലമായി ആരോപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ സജീവമായി ഈ കോടതിയുടെ സംശയത്തോടു കൂടി ബലപ്പെടുന്നു എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടി ആർക്കും നോക്കിക്കാണാനാവുന്നത്. അങ്ങനെയല്ല, ക്രൈംബ്രാഞ്ച് ഇപ്പോ ഇവിടെ GS അച്യുതാനന്ദൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്രൈംബ്രാഞ്ചിനെ വിട്ടപ്പോ എന്താ ഗവൺമെന്റ് പറഞ്ഞത്? ക്രൈംബ്രാഞ്ച് പറഞ്ഞത് എന്താ? ഈ ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ അന്വേഷിച്ചതാണ്. അന്വേഷിച്ച അന്യായങ്ങളുണ്ട് എങ്കിൽ അന്ന് ഭരിച്ചിരുന്നവരാണ് അതിന് മറുപടി പറയേണ്ടത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പറയേണ്ടത്. അന്ന് ഈ അന്വേഷിച്ചിട്ടില്ല എന്ന്. പുറത്തു വെറുതെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് അതിനപ്പുറം ഇതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് എങ്കിൽ അത് പറയേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർമാരാണ്, അല്ലെങ്കിൽ പോലീസാണ്. അതിന് ഭരണ നേതൃത്വം കൊടുത്ത മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അവർ പറയട്ടെ, ഞങ്ങളുടെ കാലത്ത് ഫോൾ പ്ലേ നടന്നിട്ടില്ല, സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അവർ പറയട്ടെ. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും പുനരന്വേഷണത്തെ സർക്കാർ കോടതിയിൽ എതിർത്തു എന്നുള്ളതാണ് വസ്തുത. തൃപ്തികരമായ മറുപടി നൽകാനും കഴിഞ്ഞില്ല. ചെറുന്നിയൂർ ജയപ്രകാശ്, അദ്ദേഹം കൂടി നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ചെറുന്നിയൂർ ജയപ്രകാശ്, ആർക്കും ഉണ്ടാവുന്ന പ്രഥമ ദൃഷ്ട്യാൽ ഉണ്ടാവുന്ന സംശയം തന്നെയാണ് കോടതി നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. നീന്തലറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെയാണ് മുങ്ങി മരിക്കുക എന്നുള്ളത്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതുപോലെ ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടെ സാഹചര്യങ്ങളും അദ്ദേഹത്തോട് സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നവരും ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ അവര് ഈ അടുത്ത കാലത്ത് പലരും റിവീൽ ചെയ്തിരുന്നല്ലോ. ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിൽ നിന്ന് തന്നെ ഒന്ന് വ്യക്തമാണ്, ഇതിലൊന്ന്
മതിയായ എക്സ്പ്ലനേഷൻ ഇല്ല എന്നുള്ളത്. അത് തീർച്ചയായിട്ടും സംശയം നിവാരണം നടത്തേണ്ടതിന് പുനരന്വേഷണം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ പുനരന്വേഷണം അത് സജീവമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കോടതിയിൽ അതിനെ എതിർക്കുകയാണ് സർക്കാർ ചെയ്തത്. പുനരന്വേഷണം എന്നതല്ല, തുടരന്വേഷണം എന്നുള്ളതാണ് നിലവിൽ സർക്കാർ എടുത്ത നിലപാട്. ആ നിലയ്ക്ക് തന്നെയാവും പോവുകയും ചെയ്യുക. ഇവിടെ ഏറ്റവും പ്രസക്തമാവുന്ന മറ്റു ചില കാര്യങ്ങൾ, കോടതി തന്നെ ആ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാകാമോ, അത്തരത്തിൽ അദ്ദേഹത്തിനെ അപായപ്പെടുത്തിയതാകാമോ വെള്ളത്തിനുള്ളിൽ വെച്ച് എന്നതടക്കമുള്ള ഗൗരവതരമായ സംശയങ്ങൾ. പക്ഷേ തൃപ്തികരമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് നിലവിൽ കഴിഞ്ഞിട്ടുമില്ല എന്നാണ് അറിയുന്നത്. അതെ, അതാണ് ആ ഭാഗമാണ് നമുക്ക് ദൂരീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് അന്വേഷണം വീണ്ടും നടത്തണമെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം. കോടതിക്കും ആ ഒരു സംശയം നിലനിൽക്കാൻ കാരണം സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അന്വേഷണം ക്ലോസ് ചെയ്യുകയോ അല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ്. അതെല്ലാം ദൂരീകരിക്കത്തക്ക നിലയിൽ ഒരു അന്വേഷണം അനിവാര്യമാണ്, അതുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആ പറഞ്ഞതിനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. പാല് കുടിച്ചതും അതില് വിഷം കലർത്തിയിട്ടുണ്ടെന്നോ അതൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം ആ നിലയ്ക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതല്ലേ ശരി. ഒരു ഫോറൻസിക് വിദഗ്ധനെ കൊണ്ട് നടത്തേണ്ട ഒരു ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ദുരൂഹ മരണം അത് സംശയാതീതമായി നടത്തണമെങ്കിൽ ഫോറൻസിക്കിന്റെ വിദഗ്ധരായ ഒരു ഡോക്ടറെ കൊണ്ട് നടത്തേണ്ടതല്ലേ? അത് നടത്തിയിട്ടില്ല ഇവിടെ അവിടെ ദുരൂഹത മറ്റൊന്ന്. പിന്നെ അന്ന് യഥാർത്ഥത്തിൽ പോലീസിനല്ലേ ആ വീഡിയോ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയോട് ചെയ്യേണ്ടത്. അതൊരു പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ചതും ദുരൂഹത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. വളരെ നന്ദി ചെറുന്നിയൂർ ജയപ്രകാശ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിനൊപ്പം അഡ്വക്കേറ്റ് VV രാജേഷ്, JR പത്മകുമാർ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനാണ് മറ്റ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.